ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. SCRT സീരീസിൽ നമ്മൾ ഇന്നത്തെ ഭാഗത്തിലൂടെ പരിചയപ്പെടുന്നത് 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിന്റെ ഭാഗം 1 തന്നെ. അതില് നമ്മൾ 5 ചാപ്റ്റേഴ്സ് ചർച്ച ചെയ്ത് കഴിഞ്ഞു അല്ലെ. 6ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നുള്ള ചാപ്റ്റർ. റീസെന്റ് ആയിട്ടുള്ള പരീക്ഷകളിലൊക്കെ ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ ഭാഗത്തിൽ പരിചയപ്പെടുന്നത് ലോകത്തിന്റെ മാപ്പാണ്. നമ്മൾ പല ക്ലാസ്സുകളിൽ ഈ മാപ്പൊക്കെ പരിചയപ്പെട്ടതാണ്. ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ സമുദ്രമുണ്ട്, ഏതൊക്കെ വൻകരയുണ്ട് എന്നൊക്കെ കണക്ട് ചെയ്ത് വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ആ വീഡിയോസ് കാണാത്ത ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ട് കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചുള്ള കൃത്യമായിട്ട് ഒരു ഘടനയിലൂടെ 5ാം ക്ലാസ് മുതൽ ഇങ്ങോട്ടേക്കാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ആ ഘടനയെ തന്നെ കൃത്യമായിട്ട് നിങ്ങളും പഠിച്ചു വരാൻ ശ്രമിച്ചുകൂടാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂറ്റി കിട്ടിക്കോളും. അപ്പൊ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, നമ്മൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ആദ്യം വേൾഡ് മാപ്പില് ഏതൊക്കെ വൻകരകൾ ഏതൊക്കെ ഭാഗത്ത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. നമ്മൾ ആദ്യം തന്നെ പരിചയപ്പെടുന്ന ഭാഗം ഭൂഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ വൻകരകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യമാണ് ആദ്യം തന്നെ പരിചയപ്പെടുന്നത്. കാര്യം മനസ്സിലാക്കി വെച്ചോളണം. വിശാലമായ കരയുടെ ഭാഗങ്ങളെ എന്ത് വിളിക്കാം? ഭൂഖണ്ഡം എന്ന് വിളിക്കാം. അല്ലെങ്കിൽ കരയുടെ കഷ്ണങ്ങളെ എന്ത് വിളിക്കാം? ഭൂഖണ്ഡങ്ങൾ എന്ന് വിളിക്കാം. ഇവിടുത്തെ പ്രത്യേകത എന്താ? വ്യത്യസ്തമായിട്ടുള്ള ഭൂപ്രകൃതിയാണ് ഓരോ വൻകരയിലും ഉണ്ടാവുക. ആ രീതിയിൽ ഓരോന്നിലും ഓരോ കാലാവസ്ഥയായിരിക്കും, ഭൂപ്രകൃതിയായിരിക്കും എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി വെച്ചുള്ള. അടുത്തായിട്ട് ഓരോന്നിലും വ്യത്യസ്തമായിട്ടുള്ള ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ അവിടെ ഉയരമേറിയ പർവ്വതങ്ങൾ ഉണ്ടാവുമല്ലോ, വിശാലമായ സമതലങ്ങൾ ഉണ്ടാവുമല്ലോ, വിസ്തൃതമായ മരുഭൂമികൾ ഉണ്ടാവുമല്ലോ, പീഠഭൂമികൾ ഉണ്ടാവും. അങ്ങനെ പല ഭൂരൂപങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു വൻകരയുടെ ഭാഗമായിരുന്നു കാണാൻ പറ്റും അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടേണ്ടത് വേൾഡ് മാപ്പിൽ ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ വൻകര എന്നുള്ള രീതിയിൽ. അതിനുശേഷം ഇന്ത്യ എന്ന് പറയുന്നത് ഏത് ഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റണം. അത് ഏഷ്യ വൻകരയുടെ ഭാഗമായിട്ടാണ് അല്ല. ഈ രീതിയിലാണ് ഇന്ത്യ ഉള്ളത്, ഈ ഭാഗത്താണ് ഇന്ത്യ ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളാം. അടുത്തായിട്ട് നമുക്ക് പാഠപുസ്തകത്തിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പർവ്വതനിരയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പീഠഭൂമിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമി അല്ലെങ്കിൽ പർവ്വതനിരയുടെ പേരാണെന്ത്? പാമീർ. പാമീർ പീഠഭൂമി അല്ലെങ്കിൽ പാമീർ പർവ്വതക്കെട്ട്. ടിയാൻഷൻ, കാരക്കോറം, കുൻലുന്, ഹിന്ദുക്കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമ സ്ഥാനമാണ് പാമീർ എന്ന് മനസ്സിലാക്കി വെക്കുക. പാമീർ എന്ന് പറഞ്ഞാൽ ടിയാൻഷൻ, കാരക്കോറം, കുൻലുൻ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമമാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. അടുത്ത കാര്യം, ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യമാണ് പരിചയപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ പാമീറിനെ കുറിച്ച് പരിചയപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, പാമീറൊക്കെ ഞാൻ ചിത്രത്തിൽ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ എന്ത് മനസ്സിലാക്കി വെക്കുന്നു? ഉപഭൂഖണ്ഡം എന്താണെന്നുള്ളത്. അതായത് ഭൂഖണ്ഡങ്ങളിലേതുപോലെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ ഉപഭൂഖണ്ഡം എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ സബ് കോണ്ടിനെന്റ് എന്നാണ് ഇംഗ്ലീഷ് ടേം. മലയാളം ടേം ആണെന്ത്? ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂഖണ്ഡങ്ങളിലെ പോലെ തന്നെ എന്തുണ്ടാവും? വൈവിധ്യമാർന്നിട്ടുള്ള ഭൂപ്രകൃതിയും അതേപോലെ തന്നെ കാലാവസ്ഥയൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. പിന്നെ പാമീർ പീഠഭൂമിയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്കു ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്ന് ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഉന്നതമായ പർവ്വത ശിഖരങ്ങള്, വിശാലമായ സമതലങ്ങള്, മരുഭൂമി, കഠിനമായ ശിലകാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങള്, തീരസമതലങ്ങള്, ദ്വീപുകള് ഇവയൊക്കെ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി എന്നുള്ള കാര്യം പറഞ്ഞു പോകുന്നുണ്ട്. അത് ഇന്ത്യയുടെ ഭൂപ്രകൃതിയിൽ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെയാണ് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത്. അത് തന്നെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതിയായിട്ടും പറഞ്ഞു പോയിട്ടുള്ളത്. കിട്ടിയല്ലോ? അപ്പൊ എന്തൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്ത്യ എന്നുള്ള ഭൂപ്രകൃതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ മതി. അവിടെ പർവ്വതങ്ങളുണ്ട്, പർവ്വത ശിഖരങ്ങളുണ്ട്, സമതലങ്ങളുണ്ട്, മരുഭൂമിയുണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? പീഠഭൂമിയുണ്ട്, അതേപോലെ തീരസമതലം, അതേപോലെ ദ്വീപുകൾ. ഇത്രയും സംഭവങ്ങളാണ് ഉപഭൂഖണ്ഡത്തിന്റെ ഭൂപ്രകൃതി. നെക്സ്റ്റ് അടുത്തായിട്ട് നമ്മുടെ ഇന്ത്യയുടെ തെക്കു ഭാഗത്തായിട്ട് നമുക്കൊരു സമുദ്രം കാണാൻ പറ്റും. ആ സമുദ്രമാണ് ഇത്? ഇന്ത്യൻ മഹാസമുദ്രം. മനസ്സിലാക്കി വെച്ചുള്ള ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇത്? ഇന്ത്യൻ മഹാസമുദ്രം. കിട്ടിയല്ലോ? ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം അതാണ് ഇത്? ഇന്ത്യൻ മഹാസമുദ്രം.
ഇനി അടുത്തായിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിർത്തി എന്ന് പറയുന്നത് എന്താ? ഹിമാലയ പർവ്വതമാണ്. കിഴക്കൻ അതിർത്തിയാണെങ്കിൽ അത് കിഴക്കൻ അതിർത്തിയിൽ അരക്കൻ യോമ അല്ലെങ്കിൽ അരക്കൻ പർവ്വത നിര എന്ന് പറയുന്നത്. ഓക്കെ, പടിഞ്ഞാറ് അതിർത്തി മനസ്സിലാക്കി വെക്കുക, ഹിന്ദുക്കുഷ് ആണ്. പടിഞ്ഞാറ് ഹിന്ദുക്കുഷ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡ തെക്കേ അതിർത്തിയാണ് ഇന്ത്യൻ മഹാസമുദ്രം. കിട്ടിക്കോളണം. ഞാൻ ജസ്റ്റ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നതിൻ്റെ ഒരു പിക്ചർ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ അതിർത്തികളൊന്ന് മനസ്സിലാക്കി വെക്കുക. വടക്കാണെങ്കിൽ ഏതുണ്ടെന്ന് പറഞ്ഞു? വടക്ക് ഹിമാലയ പർവ്വതം കാണാമല്ലോ. വടക്ക് ഹിമാലയ പർവ്വതം, ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ട് ഹിമാലയ പർവ്വതം കാണാം. ഓക്കെ, നെക്സ്റ്റ് കിഴക്ക് ഭാഗത്ത് ഇതാ ഈ ഭാഗത്തായിട്ട്, കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ഈ ഭാഗത്തായിട്ട് കാണാം അരക്കൻ യോമ പർവ്വത നിര കാണാം. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ആരെ കാണാം? ഹിന്ദുക്കുഷിനെ കാണാം. ഈ ചിത്രം ഞാൻ ഒന്നുകൂടി വലുതാക്കി തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇതാ നോക്കിയേ നിങ്ങൾ. ഇവിടെയായിട്ട് സുലൈമാൻ റേഞ്ച് കാണാമല്ലോ. ഇവിടെയായിട്ട് അരക്കൻ യോമ എന്ന രീതിയിൽ ഒരു പർവ്വതക്കെട്ട് കാണാം. ഇവിടെയായിട്ട് എന്തുണ്ട്? ഹിമാലയം ഉണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അതിരുകൾ എന്ന രീതിയിലാണ് ആ ഭാഗത്ത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അതേപോലെ തന്നെ തെക്കൻ അതിരായിട്ട് എന്താ ഉള്ളത് നോക്കിയാൽ നിങ്ങൾ. തെക്കൻ അതിരായിട്ട് നമുക്ക് ഇവിടെ എന്ത് കാണാം? ഇന്ത്യൻ മഹാസമുദ്രവും കാണാൻ പറ്റും അല്ലെ. ആ രീതിയിലാണ് അതിർത്തികൾ പറഞ്ഞു പോയേക്കുന്നത്. കിട്ടിയോ? നെക്സ്റ്റ് അടുത്തായിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വത നിരകൾ ഏതൊക്കെയാണ് എന്ന രീതിയിൽ പിക്ചർ നോക്കി പഠിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അവിടെ മനസ്സിലാക്കി വെക്കുക, ഹിമാലയത്തിന്റെ വിവിധ ഭാഗങ്ങളാണ് വടക്കൻ അതിരായിട്ടുള്ളത് അല്ല. ആ പിക്ചറാണ് നിങ്ങളെ ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള പർവ്വതക്കെട്ട് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് ഏതൊക്കെയുണ്ട്? ഹിന്ദുക്കുഷ് ഉണ്ട് അല്ല. അതേപോലെ തന്നെ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ. ഓക്കെ, ആ ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ രാജ്യങ്ങളായിട്ട് ഏതുണ്ട്? ഹിമാലയ പർവ്വതനിരയുണ്ട്. ഓക്കെ, അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്? ആ ഹിമാലയ പർവ്വതനിരയുടെ ഭാഗമായിട്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളൊക്കെ ആ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഉയരമേറിയ മിക്ക കൊടുമുടികളും ഈ പർവ്വത മേഖലയിലാണെന്ന് പറയുന്നു. പിന്നെ അടുത്തായിട്ട് ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്തായിട്ട് വിശാലമായ സമതലമുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതാ ഈ പിക്ചറിലൂടെ നിങ്ങൾക്ക് കാണാം. ഹിമാലയം കഴിഞ്ഞാൽ അതിൻ്റെ താഴോട്ടേക്കായിട്ട് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? സമതല പ്രദേശമുണ്ട്. ആ കാര്യമാണ് അടുത്തായിട്ട് പറയുന്നത്. ഓക്കെ, തെക്ക് ഭാഗത്തായിട്ട് വിശാലമായ സമതല പ്രദേശമുണ്ട്. അവിടെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളാണ് ആ ഭാഗത്ത് നിക്ഷേപങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് ഒരു നദീതടത്ത് കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണെന്ന് മനസ്സിലാക്കി വെക്കുക. ആ എക്കൽ നിക്ഷേപം കാണപ്പെടുന്ന സ്ഥലമാണ് എക്കൽ സമതലം. സിന്ധു, ഗംഗയും ബ്രഹ്മപുത്രയും ഒക്കെ സൃഷ്ടിക്കുന്നതാണ് അല്ല. ആ ഭാഗത്തുണ്ടാക്കുന്ന നിക്ഷേപങ്ങൾ, ആ നദികളാണ് നിക്ഷേപങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, പിന്നെ ഉത്തര മഹാസമതലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ സമതല പ്രദേശങ്ങൾ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട് അല്ല. അപ്പോൾ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെ ഏത് വ്യാപിച്ചു കിടക്കുന്നുണ്ട്? നമ്മുടെ ഉത്തര മഹാസമതലം, ഇന്ത്യയിലെ ഉത്തര മഹാസമതലം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. കിട്ടിയല്ലോ, ഓർത്ത് വെച്ചോളണം. നെക്സ്റ്റ് അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് അടുത്ത പറയുന്ന ഭാഗം ഇതാണ്. ഉത്തര മഹാസമതലങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്. ഓക്കെ, അവിടെ എന്തുണ്ട്? എക്കൽ മണ്ണെന്ന് പറയുമ്പോൾ ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണാണ്. നദികളാൽ ജലസമൃദ്ധമാണ്. ഗംഗ, യമുന, ബ്രഹ്മപുത്ര, സിന്ധു നദികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ജലസമൃദ്ധമായിട്ട് വരുന്നുണ്ട്. നിരപ്പാർന്ന ഭൂപ്രദേശമാണ് അല്ല, ജനനിബിഡമാണ്. ഓക്കെ, നദിക്കരയായതുകൊണ്ട് തന്നെ ജനനിബിഡമായിട്ടുള്ള പ്രദേശമാണ്. ഇതൊക്കെയാണ് ഉത്തര മഹാസമതലത്തിന്റെ സവിശേഷതകൾ. കിട്ടിയല്ലോ. നെക്സ്റ്റ് അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഉത്തര മഹാസമതലത്തിന്റെ തെക്ക് ഭാഗം. ഇതാ നോക്കി, ഉത്തര മഹാസമതലത്തിന്റെ തെക്ക് ഭാഗം നിങ്ങൾക്ക് കാണാം. ആ ഭാഗത്ത് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? പീഠഭൂമിയാണ്. ഓക്കെ, അവിടെ മനസ്സിലാക്കി വെക്കുക, സമുദ്രനിരപ്പിൽ നിന്നും 150 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കുന്ന പ്രദേശമാണത്. ഏറെക്കുറെ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? നോക്കിയാൽ മനസ്സിലാവും, അത് ത്രികോണാകൃതിയാണ്. ഓക്കെ, അങ്ങനെ ആ ഭൂമിയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഉപദ്വീപീയ പീഠഭൂമി. കിട്ടിയല്ലോ. ഉപദ്വീപീയ പീഠഭൂമി എന്നുള്ള ഭൂപ്രകൃതിയാണ് ആ ഭാഗത്തായിട്ട് കാണാൻ പറ്റുക ഉത്തര മഹാസമുദ്രത്തിന് തെക്ക്. അടുത്തായിട്ട് ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന വരണ്ട ഭൂപ്രദേശമാണ് താർ മരുഭൂമി. കാണാമല്ലോ, വടക്കു പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുമ്പോൾ ഈ ഭാഗം അല്ല. ഉപദ്വീപ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായിട്ട് താർ മരുഭൂമി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പ്രദേശം ഏതാ? വടക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ട്, ഉപദ്വീപ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഓക്കെ, മഴ കുറച്ച് കിട്ടുന്ന പ്രദേശമാണെന്ന് മനസ്സിലാക്കി വെക്കുക. കല്ലും മുൾച്ചെടികളും കുറ്റിച്ചെടികളുമാണ് അവിടെയുള്ള സസ്യജാലങ്ങൾ. കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് അതുള്ളൂ. ഓക്കെ,
പിന്നെ അടുത്തായിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ തീരപ്രദേശമുണ്ട് അല്ല. ഈ ഭാഗത്തായിട്ട് എന്ത് തീരപ്രദേശം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. ആ നീല കളർ കാണുന്ന തീരപ്രദേശം കാണാൻ പറ്റിയല്ലോ. ഓക്കെ. അതേപോലെ തന്നെ മാലദ്വീപ്, ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങൾ, ദ്വീപരാഷ്ട്രങ്ങളുണ്ടല്ലോ, അതൊക്കെ എന്ത് വരുന്നുണ്ട്, ഉപഭൂഖണ്ഡത്തിൽ വരുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗം ലക്ഷദ്വീപ്, ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, അങ്ങനെ ചെറിയ ദ്വീപ സമൂഹങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഇതേപോലെ തന്നെ കാലാവസ്ഥയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രാദേശികമായിട്ടുള്ള വൈവിധ്യങ്ങൾ കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ അറിയപ്പെടുന്ന പേരാണെന്ത്, മൺസൂൺ കാലാവസ്ഥ. മൺസൂൺ കാലാവസ്ഥ. ഓക്കെ. നെക്സ്റ്റ് അടുത്തായിട്ട് ഋതുക്കൾ എന്ന അർത്ഥം വരുന്ന മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് ഏത് പദം രൂപം കൊണ്ടിരിക്കുന്നത്, മൺസൂൺ എന്ന പദം രൂപം കൊണ്ടിരിക്കുന്നത്. മൺസൂൺ എന്നുള്ള വാക്കിന്റെ മീനിങ് മനസ്സിലാക്കി വെക്കുക, ഋതുക്കളാണ്. കിട്ടിയല്ലോ. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ. ആ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ് അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കുക, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ കാലാവസ്ഥ. ഓക്കെ. കാലാവസ്ഥ എന്ത് ചെയ്യുന്നുണ്ട്, മൺസൂൺ കാറ്റ് സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ ഈ കാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഋതുക്കൾക്കനുസരിച്ച് ദിശ മാറുന്നവയ്ക്കാണ് എന്ന രീതി പറയുന്നു. മൗസിം എന്ന വാക്കിന്റെ മീനിങ് ഒക്കെ അങ്ങനെ തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകൾ പരിചയപ്പെടാം. ഇപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഇപ്പൊ എന്ത് മനസ്സിലാക്കി വെക്കാം, ഇന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ മൺസൂൺ കാലാവസ്ഥ. മൺസൂൺ എന്നുള്ള വാക്കിന്റെ മീനിങ് ആണെങ്കിൽ ഋതുക്കൾ എന്ന രീതിയിലാണ്. അതേപോലെ തന്നെ മൗസിം എന്നത് ഒരു അറബി പദമാണ്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചോളാം. കിട്ടിയല്ലോ. നെക്സ്റ്റ് അടുത്തായിട്ട് മൺസൂണിന്റെ രൂപം കൊള്ളലായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് സൂര്യന്റെ അയനം. ഓക്കെ. സൂര്യന്റെ അയനം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെയാണ് പരിചയപ്പെടുകയുള്ളൂ. ഓക്കെ. സൂര്യന്റെ അയനം എന്ന് പറഞ്ഞാൽ സിമ്പിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖ ദക്ഷിണായന രേഖ ഇതിനിടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രതിഭാസത്തെ എന്ത് വിളിക്കാം, സൂര്യന്റെ അയനം എന്ന് വിളിക്കാമെന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം നമുക്ക്. ഓക്കെ. അവിടെ നിൽക്കട്ടെ എന്തായാലും. ഓക്കെ. ഏതിനിടയിലാണ്, നമ്മൾ ഓൾറെഡി ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയൊക്കെ പരിചയപ്പെട്ടു. അതിനിടയിലാണ് സൂര്യന്റെ അയനം നടക്കുന്നതെന്ന് മനസ്സിലാക്കി വെച്ചോളാം. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട അടുത്ത വസ്തുത ഭൂമിയുടെ പരിക്രമണം. ഓക്കെ. ഭൂമിയുടെ പരിക്രമണം, അച്ചുതണ്ട് ചരിവ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, സൂര്യന്റെ സ്ഥാനമാറ്റം ഉണ്ടാകുന്നതിന് കാരണമാകുന്നത്. ഓക്കെ. അല്ലെങ്കിൽ സ്ഥാനമാറ്റം അനുഭവപ്പെടുന്നതിന് കാരണമാകുന്നത് ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. സൂര്യന്റെ അയനത്തിന് അതൊക്കെ കാരണമാകുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതായത് അച്ചുതണ്ട് ചരിവും പരിക്രമണവും ഒക്കെ. ഓക്കെ. കിട്ടുമല്ലോ. അടുത്ത കാര്യം, ഓക്കെ, സൂര്യന്റെ അയനം പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂര്യന്റെ അയനം മൂലം ഉത്തരായന കാലഘട്ടത്തിൽ, ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഉത്തരായന കാലഘട്ടം. ഓക്കെ. ഉത്തരായന രേഖയിലേക്ക് സൂര്യന്റെ സ്ഥാനം മാറുന്നത്. ഓക്കെ. അപ്പോൾ സൂര്യന്റെ സ്ഥാനം എന്ത് ചെയ്യുന്നുണ്ട്, ഉത്തരായന കാലഘട്ടത്തിൽ ഉപഭൂഖണ്ഡത്തിന് മുകളിലായിരിക്കും കേട്ടോ. അപ്പോൾ എവിടെ ഉണ്ടാകുക, ഉപഭൂഖണ്ഡത്തിന്റെ മുകളിൽ ഉണ്ടാകുന്ന സമയപ്പ ഉത്തരായന കാലഘട്ടത്തിൽ. കിട്ടുമല്ലോ. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഈ സമയത്ത് എന്ത് ചെയ്യുന്നു, കരഭാഗത്തെ വായു ചൂട് പിടിച്ച് മുകളിലോട്ട് ഉയരുന്നു. ഇവിടേക്ക് സമുദ്രത്തിൽ നിന്നും ഈർപ്പം നിറഞ്ഞ കാറ്റ് വീശുന്നു. ഓക്കെ. അങ്ങനെ ഉപഭൂഖണ്ഡത്തിന്റെ പല സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, മഴ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ. ആ രീതിയിലാണ് കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്. അങ്ങനെ എന്ത് ചെയ്യുന്നു, മെയ് ജൂൺ മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഓക്കെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റ് വീശുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെച്ചോളാം. അങ്ങനെ വീശുന്ന കാറ്റാണ് എന്തിന് കാരണമാകുന്നത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് കാരണമാകുന്നത്. അപ്പൊ ഏത് കാലഘട്ടത്തിലാണ്, സൂര്യന്റെ ഉത്തരായന കാലഘട്ടത്തിലാണ് എന്ത് സംഭവിക്കുന്നത്, മെയ് ജൂൺ മാസങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രഭാവമൊക്കെ ഇന്ത്യയിൽ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ തുടങ്ങുന്നത്. കിട്ടുമല്ലോ. അടുത്ത കാര്യം, ദക്ഷിണായന കാലഘട്ടത്തിന്റെ കാര്യം പറയുന്നു. ദക്ഷിണായന സമയത്ത് സൂര്യന്റെ സ്ഥാനം എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലായിരിക്കുമ്പോൾ, അതായത് തെക്കോട്ട് നീങ്ങുന്ന സമയത്ത് സൂര്യന്റെ സ്ഥാനം ദക്ഷിണായന രേഖയിലേക്ക് മാറുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, സമുദ്രോപരിതലത്തിലെ വായു ചൂട് പിടിച്ചു ഇവിടേക്ക് എന്ത് ചെയ്യുന്നു, വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് കാറ്റ് വീശുകയാണ്. ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു, അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ എന്ത് ചെയ്യുന്നു, വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് വീശുന്ന കാറ്റ്. ഈ കാറ്റുകൾ പൊതുവെ വരണ്ടതായതിനാൽ, ഈ കാറ്റുകൾ എന്താണ്, പൊതുവെ വരണ്ടതാണ്. അതുകൊണ്ട് തന്നെ മഴയുടെ അളവ് വളരെ കുറവായിരിക്കും. ഓക്കെ. അങ്ങനെ എന്ത് ചെയ്യുന്നു,
ആ സമയത്ത് ബംഗാൾ ഉൾക്കടലിൽ നിന്നും നീരാവി ആഗിരണം ചെയ്തിട്ടുള്ള കാറ്റെന്ത് ചെയ്യുന്നു, ഉപദ്വീപീയ ഭാഗത്തിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായിട്ടുള്ള മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ദക്ഷിണായന കാലഘട്ടത്തിൽ എവിടെയാണ് മഴ കൊടുക്കുന്നത്? നമ്മുടെ ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിൽ ഇതാ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റ് വീശുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചുള്ള. ആ സമയം ബംഗാൾ ഉൾക്കടലിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിലേക്ക് മഴ കൊടുക്കുന്നുണ്ട്. അതായത് ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്കൻ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഉപദ്വീപീയ ഭാഗത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, വ്യാപകമായ മഴയുണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചുള്ള. കിട്ടിയോ? അപ്പോൾ ഉത്തരായന കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മഴ ലഭിക്കാൻ കാരണം തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലഘട്ടമാണത്. പക്ഷേ അടുത്തായിട്ട് വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്ന ആ വടക്ക് കിഴക്ക് മൺസൂൺ കാലഘട്ടത്തിൻ്റെ ആ കാലഘട്ടം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ആ കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിൽ എന്ത് കിട്ടുന്നത്, മഴ കിട്ടുന്നത്. കിട്ടിയോ? അടുത്ത കാര്യം, കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കുന്നു. ഓക്കെ, അതിൽ ഒന്നാമത്തത് അക്ഷാംശീയ സ്ഥാനം. ഓക്കെ, ഈ അക്ഷാംശം മാറുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അക്ഷാംശം മാറുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മഴയൊക്കെ കിട്ടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അക്ഷാംശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഴയിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. കിട്ടിയല്ലോ? ഓക്കെ, എന്നുവെച്ചാൽ അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കുക, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഒരു ഘടകമായിട്ട് മനസ്സിലാക്കി വെച്ചോളണം. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണ് അടുത്തൊരു ഘടകമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ ഭൂപ്രകൃതി ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, കിട്ടുമല്ലോ? അതേപോലെ തന്നെ സമുദ്ര സാമീപ്യം എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത പോയിന്റ് കാറ്റ്. കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അക്ഷാംശ സ്ഥാനം, സമുദ്രത്തിനുള്ള ഉയരം, ഭൂപ്രകൃതി, സമുദ്രത്തിന്റെ സാമീപ്യം, കാറ്റ്. ഇത്രയും ഘടകങ്ങളൊക്കെയാണ് ആ രീതിയിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. കിട്ടിയല്ലോ? അടുത്ത കാര്യം, അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക, പ്രധാന അക്ഷാംശ രേഖയായ ഉത്തരായന രേഖയ്ക്ക് ഇരുവശവും വ്യത്യസ്ത കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉത്തരായന രേഖയ്ക്ക് വടക്ക് ഭാഗത്ത് മിതോഷ്ണ കാലാവസ്ഥയാണ്, തെക്ക് ഭാഗത്ത് ഉഷ്ണ കാലാവസ്ഥയാണ്. ഓക്കെ, നമ്മുടെ ഈ രീതിയിൽ ഭൂമി വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഭൂമധ്യരേഖ ഇവിടെ വരയ്ക്കുന്നു, ഇവിടെ വരയ്ക്കുന്ന രേഖ ഉത്തരായന രേഖ. ആ ഉത്തരായന രേഖയ്ക്ക് മുകൾ ഭാഗത്താണെങ്കിൽ മിതോഷ്ണ കാലാവസ്ഥ, ഉത്തരായന രേഖയ്ക്ക് താഴെയാണെങ്കിൽ ഉഷ്ണ കാലാവസ്ഥയാണ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഇവിടെ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. പക്ഷേ അടുത്തായിട്ട് ഉഷ്ണമേഖലയിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും അനുഭവപ്പെടുന്ന താപനിലയിലെ അന്തരം പൊതുവെ മിതമായിരിക്കും. ഓക്കെ, അതായത് നമ്മുടെ ഉത്തരായന രേഖയ്ക്ക് താഴെയുള്ള പ്രദേശത്ത് എന്തായിരിക്കും, ആ താപനിലയിലെ വ്യതിയാനം ശൈത്യകാലത്ത് ഉഷ്ണകാലത്തിലെ വ്യത്യാസം എന്ന് പറയുന്നത് മിതമായിരിക്കും. എന്നാൽ മിതോഷ്ണ മേഖലയിലാണെങ്കിൽ ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും താപനിലയിലെ അന്തരം എടുത്ത് നോക്കുകയാണെങ്കിൽ പൊതുവെ കൂടുതലായിരിക്കും. ഈ ഫാക്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോളണേ. ഓക്കെ, ഉഷ്ണമേഖലയിൽ അന്തരം കുറവായിരിക്കും, മിതോഷ്ണ മേഖലയിൽ അന്തരം കൂടുതലുണ്ടാവും എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞു പോയിരിക്കുന്നത്. കിട്ടിയോ? നെക്സ്റ്റ് അടുത്തൊരു ഭാഗം നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് മഴ നിഴൽ പ്രദേശം എന്നൊരു ഭാഗമാണ്. ഓക്കെ, അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ പിക്ചർ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. അതായത് ഒരു പർവ്വത മുഖപ്രദേശത്തേക്ക് കാറ്റ് വീശുന്നു, കണ്ടില്ല? കാറ്റിന് അഭിമുഖമായിട്ടുള്ള പ്രദേശമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നു, ആ പർവ്വത എന്ത് ചെയ്യുന്നു, ആ ഭാഗത്തുള്ള പ്രദേശത്തുള്ള നീരാവിയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു മേഘമായിട്ട് മാറുകയാണ്. ആ പർവ്വതത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് മഴ ലഭിക്കുമോ? ഇല്ല, ആ മേഘം അവിടെയാണ് മഴ കൊടുക്കുക, പർവ്വത മുഖപ്രദേശത്താണ് മഴ കൊടുക്കുക, നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് മഴ കൊടുക്കുന്നില്ല എന്നുള്ള കാര്യമാണ് അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. അങ്ങനെ മഴ കിട്ടാത്ത പ്രദേശത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് മഴ നിഴൽ പ്രദേശം എന്ന രീതിയിൽ വിളിക്കാം. പിന്നെ അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കുക, കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭൂപ്രകൃതി എന്നുള്ള കാര്യം മനസ്സിലാക്കിയല്ലോ. അതാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. കാലാവസ്ഥ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇത്, ഭൂപ്രകൃതി. ഓക്കെ, ശീതപ്രവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തിയിട്ട് മഴ പെയ്യിക്കുന്നുണ്ട്. ഓക്കെ, ഇതാ പർവ്വത മുഖപ്രദേശത്ത് മഴ കിട്ടുന്നുണ്ട്. അടുത്ത കാര്യം പറഞ്ഞ എന്താ, അടുത്തായിട്ട് സഹ്യപർവ്വതനിരകളുടെ പടിഞ്ഞാറൻ ചരിവായ കേരളത്തില്, ഓക്കെ, നമ്മുടെ കേരളത്തിലൊക്കെ മഴ കിട്ടാൻ കാരണം എന്താണ്, അത് പർവ്വതനിരയുടെ ചരിവിലേക്കാണ് എന്ത് കിട്ടുന്നത്, മഴ കിട്ടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പർവ്വതക്കെട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് വീശുന്ന കാറ്റ് ആ ഭാഗത്ത് മഴ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് അടുത്തായിട്ട് കിഴക്കൻ ചരിവില്, ഓക്കെ, നമ്മുടെ സഹ്യപർവ്വതത്തിന്റെ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചരിവായിട്ടുള്ള തമിഴ്നാട്ടിൽ മഴ വളരെ കുറവാണ്. ഓക്കെ, അങ്ങനെ കുറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
മഴ കിട്ടാത്ത അല്ലെങ്കിൽ മഴ നിഴൽ പ്രദേശമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് പറയുകയാണെങ്കിൽ റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയാം. അപ്പോൾ ആ രീതിയിൽ മഴ കുറവായിട്ടുള്ള പ്രദേശങ്ങളെയാണ് എന്ത് വിളിക്കുക? മഴ നിഴൽ പ്രദേശം എന്ന രീതിയിൽ വിളിക്കുന്നത്. കിട്ടിയോ? കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ. പിന്നെ അടുത്ത കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, പർവ്വതങ്ങൾക്ക് സമാന്തരമായി ഈർപ്പവാഹിയായ കാറ്റ് വീശുന്ന ഇടങ്ങളിൽ തടസ്സങ്ങളില്ലാത്തതിനാൽ കാറ്റ് മഴ പെയ്യിക്കാതെ കടന്നു പോകുന്നുണ്ട്. രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിരയുടെ സ്ഥാനം എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നില്ല? പർവ്വതങ്ങൾ തടസ്സപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ കാറ്റ് മഴ പെയ്യിക്കാതെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ. രാജസ്ഥാനിൽ മഴ കിട്ടാതിരിക്കാൻ കാരണം ആരവല്ലി പർവ്വതനിരയുടെ ഘടനയാന്ന് മനസ്സിലാക്കി വെച്ചോളാം. അപ്പൊ ആരവല്ലി പർവ്വതനിരകൾ ഉൾപ്പെടുന്ന പ്രദേശം എന്തുകൊണ്ട് മരുഭൂമി ആയി എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അതായത് കാറ്റിങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അതിനെ തടഞ്ഞു നിർത്താനുള്ള പർവ്വതനിര ആ ഭാഗത്തില്ല. ആരവല്ലി നേരെ ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രദേശത്ത് എന്ത് കിട്ടുന്നില്ല? മഴ കിട്ടുന്നില്ല എന്നുള്ള കാര്യം കണക്ട് ചെയ്താൽ മതി. കിട്ടുമല്ലോ. എന്നുവെച്ചാൽ അടുത്തായിട്ട് സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ആർദ്ര കാലാവസ്ഥയും സമുദ്രത്തിൽ നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത്. സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ എങ്ങനെയാണ്? ആർദ്ര കാലാവസ്ഥ. അകന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ എങ്ങനെയാണ്? വരണ്ട കാലാവസ്ഥ. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചോളാം. പിന്നെ കാറ്റിന്റെ ദിശയും അതിലെ ജലാംശത്തിന്റെ അളവും കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെ? കാറ്റിന്റെ ദിശ, അതേപോലെ ജലാംശത്തിന്റെ അളവ്, ഇതൊക്കെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. കിട്ടിയോ? അടുത്തായിട്ട് കുറച്ച് വിളകൾ കൊടുത്തിട്ടുണ്ട്. ആ വിളകളുടെ ജലത്തിന്റെ ആവശ്യകത, അതേപോലെ തന്നെ വിത്ത് വിതയ്ക്കുന്ന കാലഘട്ടം, അതേപോലെ തന്നെ വിളവെടുക്കുന്ന കാലഘട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്തായിട്ട് നമുക്കൊരു സ്ലൈഡിലൂടെ പറഞ്ഞു പോവുകയാണ്. അവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊക്കെ വിളകളാ പറയുന്നത് നോക്കുക, അതിൻ്റെ ജലത്തിൻ്റെ ആവശ്യം നിങ്ങൾ നോക്കുക, അതേപോലെ തന്നെ ഏതൊക്കെ മാസം മുതൽ ഏതൊക്കെ മാസം വരെ കൃഷി ചെയ്യുന്നു എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുവെച്ചോളാം. അതിനുശേഷം എന്താണ് കൺസെപ്റ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിയേ, നെല്ലാണെങ്കിൽ ധാരാളം ജലം ആവശ്യമാണല്ലോ. ഗോതമ്പിനാണെങ്കിൽ അത്രയൊന്നും വേണ്ട, മിതമായ അളവിൽ ആവശ്യമാണ്. തണ്ണിമത്തനാണെങ്കിലോ വിരളമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചന സൗകര്യം ആവശ്യമാണ് എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞു പോകുന്നത്. ഓക്കെ. ഇനി അടുത്തായിട്ട് നെല്ല് കൃഷി ചെയ്യുന്നത് ജൂൺ ടു സെപ്റ്റംബർ മാസത്തിലാണ് കൃഷി ചെയ്യുന്നത് എന്ന രീതിയിലാണ് പറയുന്നത്. അതായത് ജൂൺ മാസത്തിൽ വിത്ത് വിതച്ചിട്ട് അടുത്തായിട്ട് സെപ്റ്റംബർ മാസത്തിൽ എന്ത് ചെയ്യാണ്? വിളവെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജൂൺ ടു സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടം. ഇനി അടുത്ത ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിലാണ് ഗോതമ്പ് കൃഷി ചെയ്യുന്നത് പറയുന്നു. ഒക്ടോബർ വിത്തിറക്കിയിട്ട് വിളവെടുക്കുന്നത് മാർച്ചിൽ. ഇതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, ഏപ്രിലില് വിത്തിറക്കിയിട്ട് ജൂണിൽ വിളവെടുക്കുന്നതാണ് ഏത്? തണ്ണിമത്തൻ. വിളകളുടെ കാര്യമാണ് ജസ്റ്റ് മനസ്സിലേക്ക് കയറിയോ? ഇത് ബേസ് ചെയ്തുകൊണ്ടാണ് ഇനി നമുക്ക് അടുത്ത കാര്യം നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഇന്ത്യയിലെ 3 കാർഷിക കാലങ്ങൾ. ഇന്ത്യയിലെ 3 കാർഷിക കാലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി വെച്ചോളണം. അതാണ് ഖാരിഫ്, ഒന്നാമത്തെ ഖാരിഫ്, രണ്ടാമത്തെ റാബി, മൂന്നാമത്തെ സെയ്ദ്. ഏതൊക്കെയാ? ഖാരിഫ്, റാബി, സെയ്ദ്. കിട്ടിയോ? ഏതൊക്കെയാ? ഖാരിഫ്, റാബി, സെയ്ദ്. ഓക്കെ. ആ രീതിയിലാണ് ഈ 3 കാലഘട്ടങ്ങൾ എന്ന് മനസ്സിലാക്കി വെച്ചോളൂ. അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്, ഓരോ വിളയും വിതയ്ക്കുന്നതിനും വിളവെടുക്കുന്നതിനും നിശ്ചിത കാലഘട്ടങ്ങളുണ്ട്. ആ കാലഘട്ടങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർഷിക കാലങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാലഘട്ടങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. നമുക്ക് അങ്ങോട്ടേക്കുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ രീതിയിൽ ഖാരിഫ് വിള, റാബി വിള, സെയ്ദ് വിള എന്ന രീതിയിൽ 3 വിളകൾ, 3 തരത്തിലുള്ള കാർഷിക കാലഘട്ടത്തിലുള്ള വിളകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാനൊക്കെ ഉണ്ട്. ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താ? നെല്ല് എന്ന് പറയുന്നതും ഗോതമ്പ് എന്ന് പറയുന്ന, തണ്ണിമത്തൻ എന്ന് പറയുന്ന 3 വിളകളെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. വേണമെങ്കിൽ ഇപ്പം കണക്ട് ചെയ്തു, ഖാരിഫ് വിളയാണ് നെല്ലെന്ന് കണക്ട് ചെയ്യാം. അതേപോലെ റാബി വിളയാണ് ഗോതമ്പ് എന്ന് കണക്ട് ചെയ്തോളാം. അതേപോലെ തണ്ണിമത്തൻ എന്ന് പറയുന്നത് സെയ്ദ് വിളയാന്ന് കണക്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പഠിക്കാം. ഇപ്പം ജസ്റ്റ് ഈ രീതി കണക്ട് ചെയ്ത് വെച്ചോളാം. കിട്ടിയോ? അടുത്തായിട്ട് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ നിങ്ങൾ. തെക്ക് പടിഞ്ഞാറ് മൺസൂണിനോട് ചേർന്ന് വരുന്ന ഖാരിഫ് കാലത്ത് ഊഷ്മാവും ജലവും കൂടുതൽ ആവശ്യമായ നെല്ല്, പരുത്തി, ചണം, അരിച്ചോളം, ബജറ, തുവര എന്നിവ കൃഷി ചെയ്യുന്നു. അപ്പൊ എന്ത് മനസ്സിലാക്കി വെക്കുക? നെല്ലുൾപ്പെടുന്ന വിളകള് പരുത്തി, ചണം, അരിച്ചോളം, ബജറ, തുവര എന്നിവയൊക്കെ ഏതിൽ ഉൾപ്പെടുന്നതാണ്? ഖാരിഫ് കാല വിളയാന്ന് മനസ്സിലാക്കി വെക്കുക. ആ സമയത്ത് കൂടുതൽ ജലം ആവശ്യമാണ്. അടുത്ത കാലഘട്ടം ഒക്ടോബർ നവംബർ മാസത്തില്.
ഓക്കെ, ആ സമയത്ത് മനസ്സിലാക്കി വെക്കുക, റാബിയാണ് കൃഷി ചെയ്യുന്നത്. അങ്ങനെയുള്ള കാലഘട്ടം, റാബി കാലഘട്ടത്തിൽ ഊഷ്മാവും ജലവും മിതമായി മാത്രം ആവശ്യമായിട്ടുള്ള ഗോതമ്പ്, പയറുവർഗ്ഗങ്ങള്, കടുക് മുതലായ കൃഷി ചെയ്യുന്ന കാലഘട്ടമാണ്. അങ്ങനെ ഫെബ്രുവരി മാസത്തിന്റെ അവസാനത്തോടെ റാബി കാലം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ആ കാര്യം കൂടി മനസ്സിലാക്കി വെച്ചോളാം. ഇനി റാബിക്ക് ശേഷം, റാബി വിളവെടുപ്പിന് ശേഷം എന്ത് ചെയ്യുന്നു? ദൈർഘ്യം കുറഞ്ഞ കാലഘട്ടമാണ് വേനൽ കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഏത് സെയ്ദ് ഉള്ളതെന്ന് മനസ്സിലാക്കി വെച്ചോളാം. ആ സമയത്ത് തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറി, കാലിത്തീറ്റ വിളകള് തുടങ്ങിയവയൊക്കെയാണ് ആ സമയത്ത് കൃഷി ചെയ്യുന്നത്. എന്തൊക്കെയാണ്? തണ്ണിമത്തൻ, വെള്ളരി, പച്ചക്കറി, കാലിത്തീറ്റ വിളകള്, ഇതൊക്കെയാണ് ആ സമയത്ത് കൃഷി ചെയ്യുന്നത്. ജലസേചനം ലഭ്യമായ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് ഇതൊക്കെയെന്ന് മനസ്സിലാക്കി വെച്ചുകൊള്ളാം. അപ്പോൾ വിളകളൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾ ക്യാച്ച് ചെയ്ത് പോകേണ്ടത്. നെക്സ്റ്റ് കാർഷിക കാലങ്ങള് 3 തരത്തിലാണെങ്കിലും പ്രാദേശികമായിട്ട് ചില വ്യതിയാനങ്ങളൊക്കെ ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പോകേണ്ടത് ഏതൊക്കെയാണ് ഞാൻ ഖാരിഫിൽ പറഞ്ഞത്, ഏതൊക്കെയാണ് ഞാൻ റാബി പറഞ്ഞത്, ഏതൊക്കെയാണ് ഞാൻ സെയ്ദിൽ പറഞ്ഞത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പോയിക്കൊള്ളുക. അങ്ങനെ തന്നെയുള്ള ചോദ്യങ്ങൾ PSC എപ്പോഴും ആവർത്തിക്കുന്ന കാര്യമാണ്. അടുത്തായിട്ട് ഭക്ഷ്യവിളകൾ എന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് പാഠപുസ്തകത്തിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഭക്ഷ്യവിളകൾ എന്ന് പറയുമ്പോൾ എന്താണ് ഭക്ഷ്യവിളകൾ എന്ന് പറയുമ്പോൾ? ഭക്ഷ്യവിളകളെ ധാന്യങ്ങൾ എന്നും പയറുവർഗ്ഗങ്ങൾ എന്നും 2ആയി തരംതിരിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നെല്ല്, ഗോതമ്പ് എന്നിവയും പരുക്കൻ ധാന്യങ്ങളായ ബജ്റ, ചോളം, റാഗി തുടങ്ങിയവയും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 പിക്ചറെല്ലാം കൊടുത്തുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൂടെ പോവുകയാണ്. ആ രീതിയിൽ മൃദുധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ ഓക്കെ, അത് ഏതൊക്കെയെന്ന് മനസ്സിലാക്കി വെക്കുക. നെല്ലും ഗോതമ്പ് എന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, പക്ഷെ അടുത്തായിട്ട് പരുക്കൻ ധാന്യങ്ങൾ എന്ന് പറഞ്ഞാലോ, അത് ബജ്റ, ചോളം, റാഗി പോലെയുള്ള വിളകളാണ്. അപ്പോൾ വിളകളെ നമുക്ക് ധാന്യങ്ങൾ എന്നും പയറുവർഗ്ഗങ്ങൾ എന്നും 2ആയി തരംതിരിക്കാം. അതേപോലെ തന്നെ മൃദുധാന്യങ്ങൾ എന്നും പരുക്കൻ ധാന്യങ്ങൾ എന്ന രീതിയിൽ 2ആയി തരംതിരിക്കാം. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഒക്കെ കിട്ടിയല്ലോ. ധാന്യങ്ങൾ എന്ന് പറയുന്നതും പയറുവർഗ്ഗങ്ങൾ എന്ന് പറയുന്ന 2 തരങ്ങൾ. ധാന്യങ്ങൾ തന്നെ മൃദുധാന്യങ്ങൾ നെല്ലും ഗോതമ്പും, പരുക്കൻ ധാന്യങ്ങൾ ബജ്റ, ചോളം, റാഗി പോലെയുള്ള വിളകൾ. കിട്ടിയോ? അടുത്തായിട്ട് മറ്റൊരു വിളയാണ് നാണ്യവിള. അല്ലെ, നാണ്യവിള എന്ന് പറഞ്ഞാൽ എന്താണ്? വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതാണ്. അല്ലെ, ആ രീതിയിൽ കൃഷി ചെയ്യുന്ന വിളകളെ നമുക്ക് എന്ത് വിളിക്കാം? നാണ്യവിളകൾ എന്ന് പറയാം. കരിമ്പ്, പുകയില, പരുത്തി, ചണം, എണ്ണക്കുരുക്കള് ഇവയൊക്കെ വിളിക്കാം നാണ്യവിളകൾ എന്ന രീതിയിൽ വിളിക്കാം. അല്ലെ, ഇനി നാരുവിളകൾ എന്ന് പറഞ്ഞാലോ, അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് നാരായിട്ടുള്ള സംഭവങ്ങളാണ്. പരുത്തി, ചണം പോലെയുള്ള വിളകള്, അതാണ് നാരുവിളകളായിട്ട് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത്. അതായത് തുണിത്തരങ്ങള്, ബാഗുകള്, ചാക്കുകള് തുടങ്ങിയ വസ്തുക്കളൊക്കെ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള നാരുകൾ ഉൾപ്പെടുന്ന വിളകളാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? നാരുവിളകൾ എന്ന് വിളിക്കാൻ പറ്റുക. അടുത്തായിട്ട് എണ്ണക്കുരുക്കൾ ഉണ്ടല്ലോ. എണ്ണക്കുരുക്കൾ എന്ന് പറയുമ്പോൾ ഭക്ഷ്യ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് എണ്ണക്കുരുക്കൾ നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. അല്ലേ, അതിൽ ഒന്നാണ് ഇത് നിലക്കടല, കടുക്, അതേപോലെ തന്നെ സോയാബീൻ, അതേപോലെ സൂര്യകാന്തി. ഇതൊക്കെയാണ് എന്ത് എണ്ണക്കുരുക്കൾ എന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിലുള്ള സസ്യങ്ങൾ. അല്ല, ഇവയ്ക്ക് പുറമെ തേയില, കാപ്പി, അതേപോലെ തന്നെ റബ്ബർ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ മുതലായ മറ്റു വിളകളും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഇവയിൽ പലതും എന്തിനാന്ന് മനസ്സിലാക്കി വെക്കുക? തോട്ടവിളകളായിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഓക്കെ, കൂടുതലായിട്ട് വിളകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്തൊരു ചാപ്റ്റർ പരിചയപ്പെടുന്നുണ്ട്. നമുക്ക് അടുത്ത ചാപ്റ്റർ പരിചയപ്പെടാനുള്ളത് ആ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയി രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്കൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.